സിം കാർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് രാജ്യത്തെ സിം കാർഡ് എടുത്താലും അതിന്റെ ഒരു ഭാഗത്ത് ഒരു ചരിവുള്ളത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു ഡിസൈൻ അല്ല, മറിച്ച് അതിന് ചില പ്രത്യേക ഉപയോഗങ്ങളുണ്ട്. 1990കളിലാണ് സിം കാർഡുകൾ നിലവിൽ വരുന്നത്. അന്ന് ഒരു ATM കാർഡിന്റെ വലിപ്പമുണ്ടായിരുന്നു ഒരു സിം കാർഡിന്. അന്നും സിം കാർഡിന്റെ ഒരു ഭാഗത്ത് ചരിവുള്ള ആകൃതിയിൽ തന്നെയാണ് കമ്പനികൾ ഡിസൈൻ ചെയ്തിരുന്നത്. ലോകമെങ്ങും നിർമ്മിക്കപ്പെടുന്ന സിം കാർഡുകളുടെ ഡിസൈൻ തീരുമാനിക്കുന്നത് യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻസ് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സിം കാർഡിന്റെ വലിപ്പം, ഡിസൈൻ എല്ലാം ETSI ആണ് തീരുമാനിക്കുക. 1990കളെ അപേക്ഷിച്ച് ഇപ്പോൾ സിം കാർഡുകളുടെ വലിപ്പം നന്നായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാർഡിന്റെ ഒരു ഭാഗത്തിന് നൽകിയിരിക്കുന്ന ആ ചരിവ് ഇന്നും തുടരുന്നുണ്ട്. ഫോണിൽ സിം ഇടാനുള്ള സ്ലോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഇതേ ആകൃതിയിൽ തന്നെയാണ്. അതായത് സിമ്മിന്റെ ഡിസൈനിൽ കാണപ്പെടുന്ന ചരിവ് ഫോണിന്റെ സിം സ്ലോട്ടിലും കാണാൻ കഴിയും. സിമ്മിൽ കാണുന്ന മഞ്ഞ ചിപ്പാണ് ഫോണിന്റെ സിം റീഡറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. സിം കാർഡ് തെറ്റായാണ് സ്ലോട്ടിൽ ഇടുന്നതെങ്കിൽ ഈ ചിപ്പ് അല്ലെങ്കിൽ ഫോണിന്റെ സിം സ്ലോട്ട് കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുവഴി സിമ്മിലുള്ള വിവരങ്ങൾ നഷ്ടമാകും. ഇവിടെയാണ് സിമ്മിന്റെ ആകൃതിയുടെ ഉപയോഗം. സിമ്മിന്റെ ഒരു ഭാഗത്ത് കാണുന്ന ആ ചരിവ് ഒരു ഗൈഡായി പ്രവർത്തിക്കുന്നു. സ്ലോട്ടിൽ കൃത്യമായി സിം ഇടാൻ ഈ ആകൃതി സഹായിക്കും. അതുകൊണ്ടാണ് മിനി, മൈക്രോ, നാനോ എന്നിങ്ങനെ സിമ്മിന്റെ വലുപ്പത്തിൽ വ്യത്യാസം വന്നപ്പോഴും ആകൃതിയിൽ മാത്രം മാറ്റം വരാതിരുന്നത്. ഈ ആകൃതി ഫോണിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതും തടയുന്നുണ്ട്. ഈ ആകൃതി കൊണ്ട് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. ഇത് മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്കും ഏറെ ഉപകാരപ്രദമാണ്. കമ്പനികൾ സിം ട്രൈയും സ്ലോട്ടും രൂപകൽപ്പന ചെയ്യുന്നത് സിമ്മിന്റെ ഈ ആകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് പിഴവുകൾ കൂടാതെ ഫോൺ അസംബിൾ ചെയ്യാനും സഹായിക്കും. ലോകമെങ്ങും നിർമ്മിക്കുന്ന സിമ്മുകൾക്ക് ഒരേ ആകൃതി തന്നെ ആയതിനാൽ വെവ്വേറെ രാജ്യങ്ങളിൽ നിർമ്മിച്ച ഫോണും സിമ്മും ആവശ്യമെങ്കിൽ കൃത്യമായി സ്ലോട്ടിലിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതും ഈ ഡിസൈനിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ഈ സിം സാങ്കേതികവിദ്യ അതിവേഗം പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ പോലുള്ള നിരവധി കമ്പനികൾ ഫിസിക്കൽ സിം സ്ലോട്ട് പോലും ഇല്ലാത്ത ഫോണുകൾ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സിമ്മുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ഫിസിക്കൽ സിം കാർഡുകൾ ഒരു പഴയകാല ഓർമ്മയായി മാറുമെന്നത് തീർച്ചയാണ്. എങ്കിലും ഫിസിക്കൽ സിം കാർഡിന്റെ ആ പ്രത്യേക ആകൃതിയാണ് നിലവിലെ മൊബൈൽ സുരക്ഷയുടെ ഒരു പ്രധാന ഭാഗമായി തുടരുന്നത്.